ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം. ഇന്ന് നമ്മളിവിടെ പൈനാപ്പിൾ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായി 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് പൊടിയുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 ടീസ്പൂണോളം വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണേ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിനാവശ്യമായ കുറച്ച് വലിയ ഉള്ളി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം റെസ്റ്റ് ചെയ്ത് വെച്ച ചിക്കനിലോട്ട് ഒരു 4 ടീസ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. 4 ടീസ്പൂണോളം മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിലേക്ക് ആവശ്യമായ ഒരു കാപ്സിക്കം അരിഞ്ഞെടുക്കുക. ഒരു പാനിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ചിക്കൻ നമുക്ക് വറുത്ത് കോരിയെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. അതേ ഓയിൽ തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞത് വഴറ്റിയെടുക്കാം നമുക്ക്. അതിനുശേഷം അരച്ചെടുത്ത വലിയ ഉള്ളി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ഇടുന്നത്. ആവശ്യത്തിന് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. അതിലേക്ക് കാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ചുവന്ന മുളക് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ടീസ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി സോസ് ഒരു 4 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ച മല്ലി ഇലയും പുതിന ഇലയും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതിനുശേഷം വെളുത്ത എള്ള് ഇടുക. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ, അതിലാൾ വേണം പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണുന്നത് വരെ.